ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് കന്യാകുമാരി തിരുവനന്തപുരം കന്യാകുമാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പ് തന്നേക്കണത് ഏനാമാവ് മുല്ലശ്ശേരി ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ പോണ വഴിക്കുള്ള വീഡിയോകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പോണത് ഏനാമാവ് കടവിൻ്റെ മുന്നിൽ. ഇതിപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബോട്ടിങ്ങും ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളത് കൊടകര ഒരു പമ്പിൽ വണ്ടി നിർത്തിയേക്കാണ്. നമ്മളെ കൊടകര ഒരു പമ്പിലാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്നവരൊക്കെ. അവരൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മേനാമാവ് മുല്ലശ്ശേരി ഭാഗത്തുനിന്ന് 6:30-ക്കാണ് ട്രിപ്പ് തിരുവനന്തപുരം കന്യാകുമാരിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ ആറ്റുകൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോയി കാണും. അപ്പോൾ ഞങ്ങൾ ഉറപ്പൊളിച്ച് വന്നതുകൊണ്ട് ഇവിടെ കുളിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ തൊഴാൻ പോയില്ല. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ. താമസിക്കുന്ന ഞാനിപ്പോഴും പറയും, താമസിക്കുന്നതല്ല. അപ്പോൾ നമ്മളൊരു തുണി തിരിഞ്ഞില്ല, AC റൂം എടുത്താൽ മതി. അവിടെ തിരിഞ്ഞിറക്കാൻ പറ്റില്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും അത്രയും മേക്കോശാണോ നോക്കി വന്നിട്ട് അപ്പം നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കേട്ടോ. അപ്പോൾ അത് ആ കാണുന്ന പ്രതിമ തിരുവള്ളൂരിൻ്റെ പ്രതിമയാണ്. അപ്പോൾ നമ്മൾ ഇത്ര അകലെ നിന്നിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ നാളെ ഇവിടെ 23-ാം തീയതി ഇലക്ഷൻ നടക്കണോണ്ട് ഇവിടെയൊക്കെ അടച്ചിട്ടു. അപ്പോൾ നമ്മളിത് കന്യാകുമാരിയിലുണ്ടല്ലോ 3 കടലുകളാണ് സംഗമിക്കുന്നത്. ഒന്ന് ബംഗാൾ ഉൾക്കടല്, ഒന്ന് അറബിക്കടല്, ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെ അതേപോലെ തന്നെ ഈ തിരുവള്ളൂരിൻ്റെ പ്രതിമയിലും അമ്പലം കാണുന്നത് അമ്മൻ കോവിലാണ്. അതിൻ്റെ അടുത്തുള്ള ആർച്ച് പുഴകളാണ് വിവേകാനന്ദ പാറയിലേക്ക് കടക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് ഈ കന്യാകുമാരിത്തെ ചരിത്രം. 3 കടല് ഒരുമിച്ച് ചേർന്നതാണ് കന്യാകുമാരി. നമ്മുടെ തൊട്ട് നേരെ കാണുന്നത് വ്യൂ ടവറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാം. ഞങ്ങൾ കയറാൻ പോയില്ല, ഞങ്ങളിവിടെ നിന്ന്. അപ്പം നമ്മളത് ആർച്ചിൻ്റെ അവിടെ നല്ല പോലെ ലൈറ്റുകൾ കത്തി തുടങ്ങിയിട്ടാ തിരുവള്ളൂർ കന്തിൻ്റെ അടുത്ത്. അതുപോലെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി മോനെ നനയുണ്ടാകുന്നിട്ട് നടന്നതാ. ഫസ്റ്റത്തെ തരയിൽ തന്നെ ആള് മുങ്ങി. ശ്രീ കാഞ്ചി കാമാത്തി പീഠം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് നിൽക്കണത് ഇതിവിടെ വന്ന് നിൽക്കണു. നമ്മുടെ തിരുവള്ളൂരിൻ്റെ പ്രതിമ അവിടെ ഇരുട്ടായതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത. അതേനാ തിരുവള്ളൂരിൻ്റെ പ്രതിമ. അതെ, നമ്മുടെ സുനാമി മെമ്മോറിയൽ പാർക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഈ കാണുന്ന സ്റ്റാച്യു സുനാമി പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. നമുക്കിവിടെ അവർ കയറൊക്കെ കെട്ടി തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വശത്തൊന്നും ഒരാളിൽ പിന്നെ പലൊരു ഫലകം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എന്താണെന്നൊക്കെ എഴുതിയേക്കണമെന്നും നമുക്കറിയില്ല. അപ്പോഴേക്കൊന്നും നമുക്ക് കയറാനുള്ള അതില്ല. ഈ വഴി പോണത് നാഗർകോവിലാണ്. നാഗർകോവിൽ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതേ ശിവൻ്റെ ഒരു വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ ഉള്ളിൽ കയറിയതിന് ശേഷം ഞാൻ നന്നായി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പേര് കേവ് ടെമ്പിളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ചുറ്റും കടലാണ് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ ശിവൻ്റെ അമ്പലം ആഴിമല. ഇതാണ് നമ്മുടെ ആഴിമല ശിവൻ്റെ സ്റ്റാച്ചു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്.
ഓൻ്റെ അടുത്ത് പോട്ടെ ആ ചേട്ടൻ പോയി നമ്മുടെ മരിച്ചുപോയ ജിമ്മി ജോർജിൻ്റെ സ്മാരകാർത്ഥം പണിത സ്റ്റേഡിയമാണ് കേട്ടോ സ്പോർട്സ് കേരള. തിരുവനന്തപുരം സൂ കാണാൻ വന്നേക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എടുക്കാൻ പോവാം. മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടത്. അതെ ഇവിടെ വന്നിട്ട് തന്നെ അവിടെ ഏറോമാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്നത് കാട്ടുപോത്തയാണ്. അതിൽ മൂന്നോ നാലുണ്ട് കാട്ടുപോത്ത് വന്നത്. ഉള്ളത് സിംഹവാലം കുരങ്ങാണ്. ആളങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. വരുന്നത് ബംഗാൾ കുരങ്ങാണ്. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ള സ്ഥലമായിട്ടാണ്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ. അതായത് ബംഗാൾ കുരങ്ങ് നമുക്കൊരു ഇതിൻ്റെ എല്ലാതും അതിനെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആള് അവിടേക്ക് നീങ്ങി പോയി പോണു. ഇവിടെ വെള്ളറിയ പിന്നെ കാട്ടുകോഴി. അപ്പം അതെ വെള്ളറിയ ശരിക്കും ഒട്ടക പക്ഷിയാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷികളുടെ ഏരിയ അല്ലേ. ഇവിടെ വേണ്ടതേ ഹിമാലയൻ കഴുകനാണ്. അപ്പോൾ ഞാൻ കഴുകനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹിമാലയൻ കഴുകൻ. ഇവിടെ ഒരു ഹിമാലയൻ കഴുകൻ തന്നെ മാത്രമല്ല ബംഗാൾ കഴുകനും കൂടി ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ കിടക്കുന്നത് മീൻ മുതലാണ്. ഒരെണ്ണം വെള്ളത്തിൻ്റെ ഉള്ളിലും ഒരെണ്ണം പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ വന്നത് പെലിക്കൻ്റെ ഒരു എന്താ പറയുക ഒരു കൂട്ടം തന്നെയുണ്ട്. പറഞ്ഞ പോലെ ഇതിന് നെറ്റാണ്. നെറ്റ് വെച്ച കൊണ്ടാണ് നമുക്ക് ഇത്ര കുറവിൽ കാണാൻ പറ്റണത്. നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. ഉള്ളത് നീർനായാണ്. അപ്പോൾ ഞങ്ങൾ നീർനായിനെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നീർനായി നിൽക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. അതായത് നീർനായി കിടന്നത് വെള്ളത്തിൽ കിടന്ന് ഓടി കളിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കാണാനായിട്ട്. വന്നത് കരടിയാണ്. കരടിനെ ഇതേപോലെ അയച്ചിട്ടുണ്ടാവും. ഏറ്റവും അപകടകാരിയാണുണ്ട് ഓൾറെഡി. അത് ഞങ്ങൾ വയർത്ത് കുളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ടായി അല്ലേ. ഇവിടെ കിടക്കുന്ന സിംഹമാണ് കേട്ടോ അറ്റത്ത്. അപ്പോൾ നമുക്കിത് ചൂട്ട സമയം ഇല്ലാത്തതുകൊണ്ട് ചൂടിൻ്റെ സമയത്തപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കറക്റ്റ് ഈ ടൈമിൽ 4 മണി നേരത്തൊക്കെ എത്താണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ നല്ലപോലെ കാണാൻ പറ്റും. ഇത്ര അടുത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയിട്ടാണ്. ആൾ നേരം കണ്ട് നോക്കിയിരിക്കുക എന്നിട്ടൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേട്ടാ സിംഹ എന്ന ഒട്ടക പക്ഷിയാണെന്ന് അറിയില്ല. വന്നേക്കുന്നത് ഹിപ്പോപ്പൊട്ടം കാണാം. രണ്ടാളിതേ നടക്കുന്നുണ്ട് കേട്ടോ. രണ്ടാൾ സ്നേഹം കൂടിയിട്ട് നടക്കണം. അപ്പോൾ അതെവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് മ്ലാവാണ്. അതിന് കൂട്ടുണ്ട്. അതെല്ലാം മൃഗശാലയിലും ഒരു നടിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ ചതിച്ച് കാണാനായിട്ട് മാനിൻ്റെ ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ വെള്ളമാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെ ഒട്ടക പക്ഷികളാണ്. അതും ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാട്ടുപോത്തുണ്ട്, മാനുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ നമുക്കിത് മഴ കാരണേ മഴ പെയ്തു, അതാണ് കുഴപ്പമായത്. മാങ്കൂട്ടാണ്. മാൻ്റെ ഒരു ഇഷ്ടം പോലെ നമ്മള് വെള്ളമാനം കണ്ടു, സാധാ മാനും കണ്ടു. അപ്പൊ നോക്കുക പുലി. ഇവിടെയൊക്കെ മാംസഭോജികളായ മൃഗങ്ങളെയാണ് സൂക്ഷിച്ചിട്ടുണ്ട്. അതെ പുലിയാണ് ഇവിടെ. നല്ല സൂപ്പർ മഴ. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പോകാനില്ല.
നമ്മുടെ മെസ്സിന്റെ ഉള്ളില് 2 ആൾക്കാരെ വാർഷികങ്ങള് നടക്കാൻ പോവാണ്. അപ്പൊ നമ്മളത് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മുറിക്കാം? ശരത്ത് അനുപ്രിയ, പിന്നെ സുനിൽകുമാർ സരിത. പിന്നെ കാണിക്കാം. ഇപ്പൊ 2 ആദ്യം കാണിച്ചിട്ടുണ്ട്. വൈറ്റ് വരുന്നതായിരിക്കും. അപ്പൊ അവര് കേക്കൊക്കെ മുറിക്കാണ്. മുറിച്ചിട്ട് ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്ക് രണ്ടാളും. എല്ലാരും കയ്യടിക്ക് ഇവരെങ്കിലും ജീവിക്കാനുള്ളതാ. കയ്യടിക്ക് ഞങ്ങള് പറയണ്ടല്ലോ കയ്യടിക്കാൻ. ആ അല്ല പിന്നെ 18ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ ആർക്കാണ്? സുനിൽകുമാർ സരിതയ്ക്കും 1000 വിവാഹ മംഗളാശംസകൾ. ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റട്ടെ. ചേട്ടന് കൊടുക്കേ, ചേട്ടൻ ചേച്ചി കൊടുക്കേ. നമ്മുടെ മെസ്സിൽ വന്ന ടീമുകള് അപ്പൊ തല മാത്രമാണല്ലോ. 2, 3, 2, 1. ക്ലീനർ എങ്ങനെയുണ്ടോ? എന്തെങ്കിലും തെറ്റൂട്ടി പറയട്ടോ. എന്തെങ്കിലും തെറ്റൂട്ടി പറയാം. എന്നാലും എനിക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാവരും യാത്ര സുഖല്ലേ?